ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ക്രിസ്മസ് ആയിട്ട് നല്ല മട്ടൺ സ്റ്റൂ ആയിട്ടാണ് ഞാൻ വന്നത്. നല്ല വൈറ്റ് മട്ടൺ സ്റ്റൂ ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല സൂപ്പർ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം മട്ടൺ നന്നായിട്ട് കഴുകി ഒരു കൊട്ടയിൽ വെള്ളം വാലാൻ വേണ്ടിയിട്ട് വെക്കുക. വെള്ളം നന്നായിട്ട് വാലാൻ വെക്കണേ, അല്ലെങ്കിൽ നമ്മൾ കറീൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് കിട്ടില്ല. കറി ചിലപ്പം വെള്ളം കൂടിപ്പോവും. നമ്മൾ കഴുകിയിട്ടുള്ള ആ വെള്ളം ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ച് വെള്ളം കൂടിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് വെള്ളം നന്നായിട്ട് വാർന്നു പോയതിന് ശേഷം നമുക്കതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഏകദേശം ഇത്രയൊക്കെ വലിപ്പമുള്ള ഓരോ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഞാൻ എടുത്തത്. വലിയ പീസല്ല, ബിരിയാണീൻ്റെ പോലത്തെ വലിയ പീസും അല്ല, എന്നാൽ കുഞ്ഞു പീസും അല്ല. കുഞ്ഞു പീസായി കഴിഞ്ഞാൽ നല്ല ഇളയ ഇറച്ചിയാണ്. അതുകൊണ്ട് വെന്തുടഞ്ഞു പോകുന്നു വെച്ചിട്ട് പിന്നെ ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ 2 പാൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഉപ്പിട്ട് കൊടുത്ത് അത് ഇത്ര എളുപ്പമുള്ളൊരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി ചതുക്കി ഇട്ടതല്ല, ഒരു മീഡിയം പീസാക്കിയിട്ട് ഇട്ടതാണ്. ഒരു പച്ചമുളക് ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട്. ഒരു വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. മട്ടനൊക്കെ ആയതുകൊണ്ട് കുറച്ച് ഗ്യാസൊക്കെ ഉള്ള സാധനമല്ലെന്ന് വെച്ചിട്ട് വെറുതെ അതിലേക്ക് അത് ഇട്ട് കൊടുത്തതാണ് വേവിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ. എന്നിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 3 വിസിൽ വരാൻ വേണ്ടി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വെയിറ്റ് ചെയ്യുക. ഓരോ മട്ടണും വ്യത്യാസം ഉണ്ടാവും അതിൻ്റെ വേവിൽ. ഇനി അത് അവിടെ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു കടായിൽ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് 3 ഏലക്കായ, 2 പട്ട, 3 ഗ്രാമ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് പൊട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഏലക്കായ പൊട്ടുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഏലക്കായ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. തീ നന്നായിട്ട് കുറയ്ക്കുക. തീ ഉണ്ടായിക്കഴിഞ്ഞാൽ അതെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് തീ നന്നായിട്ട് കുറയ്ക്കുക. എന്നിട്ട് അതിങ്ങനെ വഴറ്റിയെടുക്കുക. തീ കൂടിപ്പോരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. ഗ്രീൻ ചില്ലി 5-6 എണ്ണം, നിങ്ങൾ എരിവിനനുസരിച്ച് കുറച്ചൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഞാനൊരു 6 എണ്ണമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി വേണമെങ്കിൽ കുറച്ചും കൂടി ചേർത്തോളൂ. അധികം ആയിക്കഴിഞ്ഞാൽ എരിവ് കൂടും. എന്തായാലും നമ്മൾ ചിലപ്പോൾ നല്ല എരിവുള്ള മുളകാണ് നമുക്ക് കിട്ടുക. ഇത് അധികം എരിവുള്ളതല്ല, നല്ലൊരു മീഡിയം എരിവുള്ള മുളക് തന്നെയാണിത്. അതുകൊണ്ട് ഞാനൊരു 5 എണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അത് നമ്മൾ മട്ടൻ്റെ വിസിൽ വന്നിട്ടുണ്ട്. പിന്നെ 2 വിസിലും കൂടി കഴിഞ്ഞ് നമുക്കത് ഓഫാക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഇഞ്ചി വെളുത്തുള്ളിയും വഴന്ന് വന്നിട്ടുണ്ട്. ഇതാ ഞാൻ സവാള ഇങ്ങനെ ഒരു സ്ലൈസ് ആക്കി എടുത്തതാണ്. അത് 3 സവാള കേട്ടോ, ഒരു മീഡിയം സൈസ്, ചെറിയ ഒരു സൈസ്, അത്ര സൈസുള്ളതാണെങ്കിൽ ചെറുതാക്കുകയാണെങ്കിൽ ഒരു 3 എണ്ണം, മീഡിയം സൈസ് ആണെങ്കിൽ 2 എണ്ണം എടുക്കുക. ഇപ്പോൾ ഇത് മീഡിയം സൈസുള്ള 2 സവാള എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വഴന്ന് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. കുറച്ച് സമയം നന്നായിട്ട് വഴറ്റിയെടുക്കുക. എന്നിട്ട് സവാള പെട്ടെന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ചേർക്കുന്ന പോലെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്തിട്ട് വീണ്ടും അങ്ങനെ വഴറ്റിയെടുക്കുക. അത്യാവശ്യം വഴന്ന് വരട്ടപ്പം അതിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം, വഴന്ന് വരാൻ വേണ്ടിയിട്ട്. വേണമെങ്കിൽ കുറച്ച് സമയം നമുക്ക് ഒന്ന് അടച്ച് വെച്ചിട്ട് അത് വാടി വരാൻ വേണ്ടിയിട്ട് അടച്ച് വെക്കുക. ഇപ്പോൾ നന്നായിട്ട് ഇതാ റെഡി ആയിട്ടുണ്ട്, വന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് നല്ല സ്റ്റൂ നല്ല വൈറ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഒഴിവാക്കാം, പ്രശ്നമില്ല. പക്ഷേ ഇത് ചേർക്കുന്ന ഒരു പ്രത്യേക ആ ഒരു കൺസിസ്റ്റൻസിയും ആ ഒരു ഇതെല്ലാം കിട്ടും. അതുകൊണ്ട് ചേർക്കുന്നതാണ് നല്ലത്. ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ വേണ്ട, ഒഴിവാക്കാം. എന്നിട്ട് അതിൻ്റെയും ആ ഒരു മണം മാറുന്ന വരെ നമുക്ക് വഴറ്റിയെടുക്കാം. പിന്നെ ഒരു 1.5 ടീസ്പൂൺ ഞാൻ കറുപ്പ് കുരുമുളക് പൊടിയാണ് ചേർത്തത്. നിങ്ങൾക്ക് വൈറ്റ് പെപ്പർ പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്തോളൂ. ഇത് എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബ്ലാക്ക് പെപ്പർ പൗഡറാണ് യൂസ് ചെയ്തത്. ബ്ലാക്ക് പെപ്പർ പൗഡർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അധികം ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്റ്റൂവിൻ്റെ ഒരു കളറ് പോവും. അതുകൊണ്ടാണ്. പിന്നെ ഇതപ്പോൾ മട്ടൻ വെന്ത് വന്നിട്ടുണ്ട്, അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ പൊട്ടാറ്റോ ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊട്ടാറ്റോ ആദ്യം ഫസ്റ്റ് ഇടാൻ മറന്നു, അതുകൊണ്ട് ഇനി വേറെ വേവിച്ചെടുക്കുക കേട്ടോ ചെയ്തത്. ഇതിലിട്ട് കൊടുക്കാൻ നോക്കിയപ്പോൾ നന്നായിട്ട് മട്ടൻ വെന്ത്, അപ്പോൾ ഞാൻ പിന്നെ അത് മാറ്റിയിട്ട് വേറെ വേവിച്ചെടുത്ത് നേരത്തെ നമ്മൾ വഴറ്റി വെച്ച സവാളയിലേക്ക് ഈ മട്ടനും പൊട്ടാറ്റോ മാഷ് ചെയ്തിട്ട് അതും ഇട്ട് കൊടുത്ത് നന്നായിട്ട് പൊട്ടാറ്റോ മാഷ് ചെയ്യുക. നിങ്ങൾക്ക് കുഞ്ഞു പീസ് വേണമെങ്കിൽ അങ്ങനെ ഇടാം കേട്ടോ. ഞാൻ മാഷ് ചെയ്തിട്ടാണ് ചെയ്തത്.
ഇനി ഇതിങ്ങനെ മാഷ് ചെയ്തെടുത്ത പൊട്ടാറ്റോയിലേക്ക് നമ്മൾ പൊട്ടാറ്റോയും ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എല്ലാം കൂടി നന്നായിട്ട് യോജിച്ച് വരട്ടെ. അതിന് വേണ്ടിയിട്ടാണ്. പെപ്പർ പൗഡർ കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റൂവിൻ്റെ കളറ് പോവും. അതുകൊണ്ട് പെപ്പർ പൗഡർ കൂടുതൽ ചേർക്കണ്ട. അപ്പോൾ അതാ 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്തിട്ടുണ്ട്. ഗരം മസാലയും ഒന്നും കൂടി പോവരുത്. ഗരം മസാല പെപ്പർ പൗഡർ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ പച്ചമുളക് ചേർത്തിട്ട് കൂട്ടിക്കോളൂ. അല്ലാതെ കുരുമുളക് പൊടി കറുപ്പ് ചേർത്തിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ കളറ് പോയി പോവും. ഇപ്പോൾ തേങ്ങാപ്പാൽ 1/4 പാൽ ഒഴിച്ചിട്ടുണ്ട്. നല്ല കട്ടി തേങ്ങാപ്പാൽ 1 ഗ്ലാസ് ഒഴിച്ചിട്ടുണ്ട്. അപ്പം നല്ല കറക്റ്റ് കൺസിസ്റ്റൻസി, നല്ല ടേസ്റ്റ് എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് തേങ്ങാപ്പാൽ ഞാൻ മാറ്റി വെച്ചതാണ്. വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ചേർക്കാം. നമുക്ക് കുറച്ചും കൂടി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് കറക്റ്റാണ്. നിങ്ങൾക്ക് നല്ല ലൂസായിട്ടാണ് കുറച്ചും കൂടി ലൂസായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി തേങ്ങാപ്പാൽ ചേർക്കാം. ഇനി ഫ്രഷ് കറിവേപ്പില കുറച്ച് ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പം 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ചേർക്കുമ്പോഴാണ് അതിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റ് വരിക. അപ്പോൾ അതുകൊണ്ട് പഞ്ചസാര സ്കിപ്പ് ചെയ്യരുത്. പഞ്ചസാര ചേർത്ത് കൊടുക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് തിളക്കാൻ അനുവദിക്കരുത്. ചെറിയ തിള വന്ന് തുടങ്ങുമ്പോൾ അത് ഓഫ് ചെയ്യുക. അവസാനമായിട്ട് കുറച്ച് സുർക്ക വിനെഗറും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യുക. സുറുക്കിയും തേങ്ങാപ്പാലും എല്ലാം കൂടെ ഒഴിച്ചിട്ട് ഒരിക്കലും തിളക്കാൻ വേണ്ടി വെക്കരുത്. ജസ്റ്റ് ഒരു തുള്ളുമ്പോൾ അത് ഓഫാക്കുക. ലാസ്റ്റായിട്ട് പച്ചമുളക് ഇങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ജസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒന്ന് അടച്ചു വെക്കുക. അപ്പം നല്ല അടിപൊളി സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. സെർവ് ചെയ്യുക, ടേസ്റ്റ് ചെയ്യുക. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും എന്തായാലും. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. കമൻറ്റ് സെക്ഷനിൽ എല്ലാവരും അറിയിച്ചാൽ ബാക്കിയുള്ളവർക്കും കൂടെ കുറച്ചും കൂടെ സൗകര്യമാണ്. പഴയ വീഡിയോസൊക്കെ കാണുക. പഴയത് ഞാനിങ്ങനെ വോയിസ് ഓവർ കൊടുക്കാത്ത വീഡിയോസായിരുന്നു. ഇനിയുള്ളതൊക്കെ വോയിസ് ഓവർ കൊടുത്തിട്ട് ചാനൽ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.